പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പറയുന്നത് ഈ ചെടി ഇതിൻ്റെ പേരറിയില്ല. ഇതിന് നമുക്ക് ഇൻഡോറായിട്ടും വെക്കാം, ഔട്ട് സൈഡായിട്ടും വെക്കാം. ഇതിന്മേൽ കിളി കൂട് കൂട്ടി പറന്ന് പോയിട്ടുണ്ട്. കിളി ഒക്കെ കുട്ടികളൊക്കെ വിരിഞ്ഞ് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പുറത്ത് ഈ ചെടി വെച്ചിട്ടുണ്ട്. ഇത് നമ്മളകത്ത് വെച്ചാൽ അത് കാണാൻ നല്ല ഭംഗിയാണ്. അത് വലിയൊരു പരിചരണമൊന്നും വേണ്ട. നല്ല രീതിയിൽ കാണാൻ നല്ല പ്ലാസ്റ്റിക്കിൻ്റെ മാതിരി നല്ല ഭംഗിയിൽ നിൽക്കുന്നത്. ഇത് നമ്മളകത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇൻഡോറായിട്ട് നല്ല രീതിയിൽ വളരുന്ന ഒരു ചെടിയാണിത്. നല്ല ഭംഗിയാണിത്. പ്ലാസ്റ്റിക്കിൻ്റെ മാതിരി നല്ല തിക്കായിട്ട് നല്ല സാറായിട്ടുണ്ടാകും. ഈ ചെടി അഗ്ലോണിമ ചെടീൻ്റെ ഒക്കെ ഒരു വകഭേദമാണെന്ന് തോന്നുന്നത്. അത് നല്ല നീണ്ടു പോകും. പക്ഷേ ഈ ഒരു ചെടി ഉണ്ടല്ലോ, ഈ ചെടി ഒരു വിഷമുള്ളൊരു ചെടിയാണ്. ആദ്യം ഞാൻ അകത്താണ് വെച്ചിരുന്നത്. അപ്പോൾ എല്ലാവരും ഇത് വലിയ വിഷമുള്ള ചെടിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുറത്തോട്ട് കൊണ്ട് വെച്ചതാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. വിഷമുണ്ടോ ഇല്ലയെന്ന് അറിയില്ല. ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും നമ്മൾ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. അതങ്ങനെ വളർന്നോളും. വലിയ രീതിയിലുള്ള വളപ്രയോഗമൊന്നും ഇതിന് വേണ്ട. ഇതിൻ്റെ തണ്ട് മുറിച്ച് നമുക്ക് നടാം കേട്ടോ. ഇതിൻ്റെ ഈ തണ്ട് ചെറുതാക്കി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു 2 ഇഞ്ച് വലുപ്പത്തിലോ കഷ്ണങ്ങളാക്കി നട്ടാലും ഇത് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ തൈകൾ മുറിച്ച് കമ്പ് മുറിച്ച് നട്ട് ഇതിന്മേന്നാണ് മറ്റേ ചെടികളൊക്കെ ഉണ്ടായിട്ടുള്ളത്. നല്ല രീതിയിൽ വളരും. ഇതിന് പ്രത്യേകിച്ച് വളമൊന്നും ചെയ്ത് കൊടുക്കണ്ട. നമ്മൾ വളം ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് നല്ല ഉഷാറായിട്ട് വളരും. അങ്ങനെ പ്രത്യേകിച്ച് ഒരു പരിചരണമൊന്നും ഈ ചെടിക്ക് വേണ്ട. ഇത് പെട്ടെന്ന് വേര് പിടിക്കുന്ന ചെടിയാണ്. നമ്മളിപ്പോൾ പറിച്ച് വലിച്ചെറിഞ്ഞാലും അത് അവിടെ നിന്ന് ഉണ്ടായിക്കോളും. അങ്ങനെ മണ്ണ് വേണമെന്നൊന്നുമില്ല. വേര് പിടിച്ചപ്പോൾ നമ്മൾ എടുത്തിട്ട് വേര് പിടിച്ചാൽ നമ്മൾ മണ്ണിൽ വെച്ചാൽ മതി. പിന്നെ അത് വീടിൻ്റെ മുറ്റത്ത് വെച്ചാൽ ഒരു പ്രത്യേക ഭംഗിയാണ്. കിളികൾക്ക് വേണമെങ്കിൽ കൂട് കൂട്ടും ചെയ്യാം. നമ്മൾ ശല്യം ചെയ്യാഞ്ഞാൽ മതി. അങ്ങനെ അവർ കൂടൊക്കെ കൂട്ടി അവർ കുട്ടികളായിട്ട് പറന്നു പോയിക്കോളും. അതുവരെ നമ്മൾ ശല്യം ചെയ്യാൻ പാടില്ല. നല്ല ഇതിൽ 3 കുട്ടികളുണ്ടായിരുന്നു. 3ഉം പറന്നു പോയി. നമ്മളിതൊരു ശല്യം ചെയ്തിട്ടില്ല. ഇത് ഫസ്റ്റ് ഉണ്ടായി വരുന്ന വില ഇങ്ങനെ പച്ചാവും. പിന്നെ അതിങ്ങനെ മുകളോട്ട് വരുന്നതോറും അതിങ്ങനെ വെള്ള കളറായിട്ട് നല്ല ഉഷാറായിട്ടുള്ള ഒരു വെള്ള കളറാവും. പിന്നെ അത് വില മൂക്കും തോറും ഇതിങ്ങനെ കളറ് മാറിയിട്ട് വരും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ ചെടിയാണിത്. കുട്ടികൾ കിട്ടാത്ത സ്ഥലത്ത് വെക്കാൻ പറ്റുമെങ്കിൽ വെക്കുക, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കുക. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ഇത് വീട്ടിൽ വളർത്താതിരിക്കുന്നതാവും നല്ലത്. ഇതിവിടെ ചെറിയ കുട്ടികളില്ലാത്തത് കൊണ്ടാണ് ഞാനിത് വെച്ചത്. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അതിൻ്റെ ഇലയൊക്കെ പറിച്ച് കടിച്ചാൽ അത് ഭയങ്കര വിഷമാണ്. മരണത്തിന് തന്നെ കാരണമാവും. അപ്പോൾ ഈ ചെടി വീട്ടിലുള്ളവർ എത്രയും പെട്ടെന്ന് അത് വീട്ടിൽ നിന്ന് ഒഴിവാക്കുക. ചെറിയ കുട്ടികളുണ്ടെങ്കിൽ. വലിയ കുട്ടികൾ ഒന്നും നമുക്ക് പോകാത്തത് വലിയ കുട്ടികൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് കുട്ടികൾക്കൊന്നും കിട്ടാത്തൊരു ഭാഗത്ത് പ്രത്യേക ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് ഞാനിവിടെ ഈ ഒഴിച്ച് കടലാസ് പൂവ് ചെടീൻ്റെ എടുത്ത് വെച്ചിട്ടുള്ളത്. അതൊക്കെ മുള്ളായതുകൊണ്ട് ഈ ഭാഗത്തേക്ക് കുട്ടികൾ അത്ര അടുക്കാറില്ല. അതുകൊണ്ടാണ് ഞാനിത് ഇവിടെ വെച്ചിട്ടുള്ളത്. കഴിവതും ഇത് വളർത്താതിരിക്കുക. ഞാനും ഇത് കുറച്ച് കഴിഞ്ഞാൽ അതിന് വളമൊന്നും ഇട്ട് കൊടുക്കണം. ഞാനിത് ഒഴിവാക്കാൻ പോവാം. ഈ ചെടി വീട്ടിൽ നമുക്ക് സമാധാനം തരില്ല. പക്ഷെ ഇതിലൊരു പച്ചത്തുള്ളരുണ്ട്. അതിന് പ്രശ്നമൊന്നുമില്ലാന്ന് തോന്നുന്നു. അത് കഴിച്ചിട്ടും അത് ചാവണമൊന്നുമില്ല. എല്ലാവരും ശ്രദ്ധിക്കുക. ഈ പച്ചയും വെള്ളയുള്ള ഇതാണ് ഇതിൻ്റെ ഡിസൈന്. ഇത് ഭയങ്കര വിഷമുള്ളതാണ്. അപ്പോൾ നമ്മളത് കഴിയുന്നത് ഒഴിവാക്കുക. വേറെ ഏതെങ്കിലും ചെടി നട്ടു വളർത്താവും അതിൻ്റെ സ്ഥാനത്ത് നല്ലത്.
ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.